കെഎസ്ആർടിസി ജീവനക്കാർക്ക് നവംബർ മാസത്തിലെ ശമ്പളം നൽകാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കിഴക്കേക്കോട്ടയിലെ സിഎംഡി ഓഫീസ് ഉപരോധിച്ച് ടിഡിഎഫിന്റെ പ്രതിഷേധം. ശബരിമല സീസണിൽ മികച്ച വരുമാനമുണ്ടായിട്ടും ശമ്പളം നൽകാൻ വൈകുന്ന നടപടി നീതിനിഷേധമാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മറ്റ് സംഘടനകൾ പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടില്ലെങ്കിലും മുഴുവൻ തൊഴിലാളികളുടെയും പിന്തുണ ഉറപ്പാക്കിയാണ് പ്രതിഷേധം തുടരുന്നതെന്ന് ടിഡിഎഫ് വൈസ് പ്രസിഡന്റ് അജയകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കെഎസ്ആർടിസി ജീവനക്കാർക്ക് നവംബർ മാസത്തിലെ ശമ്പളം ഡിസംബർ ആദ്യവാരം പിന്നിടുമ്പോഴും ഇതുവരെ ഒരു ഗഡു പോലും നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ടിഡിഎഫിന്റെ നേതൃത്വത്തിൽ കിഴക്കേക്കോട്ടയിൽ കെഎസ്ആർടിസിയുടെ സിഎംഡി ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ഓഫീസ് വളഞ്ഞുകൊണ്ട് പ്രതിഷേധം തുടരുന്നത്. ടിഡിഎഫിന്റെ വൈസ് പ്രസിഡന്റ് അജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ മാസവും സമാനമായ തരത്തിൽ ഇവിടെ പ്രതിഷേധം നടന്നു. ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസം പോലും ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ടും ഞങ്ങൾക്ക് അവസാന വർക്കിംഗ് ഡേ ആയിരുന്നു ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. അതിനെ മാറ്റി 5-ാം തീയതിയാക്കി, 15-ാം തീയതിയാക്കി, 20-ാം തീയതിയാക്കി, 30-ാം തീയതി വരെ ഞങ്ങളുടെ ശമ്പളം നീട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ്. നിരന്തരമായി ഞങ്ങൾ ജോലി ചെയ്ത ആ കൂലിക്ക് വേണ്ടി അടുത്ത മാസം ഇത്തരത്തിൽ ചീഫ് ഓഫീസിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തേണ്ട ഒരു ഗതികേടാണ് ഞങ്ങളുടെ തൊഴിലാളികളുടെ. എന്താണ് പറയുന്നത്? ഈ മാസത്തെ ശമ്പളം വൈകുന്നതിന്റെ കാരണം എന്താണ് പറയുന്നത്? അല്ല, ഇതുവരെയും ഈ ശബരിമല സീസണായിട്ട് കളക്ഷനുള്ള ഈ സമയത്ത് പോലും കൃത്യമായി 5-ാം തീയതിക്ക് മുമ്പോ അല്ലെങ്കിൽ 1-ാം തീയതിയോ ശമ്പളം തരാൻ മാനേജ്മെന്റും സർക്കാരും വകുപ്പ് മന്ത്രിയും മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയായിരുന്നോ? യാതൊരുവിധ ചർച്ചയും നടത്തിയില്ല. സമരങ്ങൾക്കൊക്കെ ഒരു തൊഴിലാളി സർക്കാരാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളുടെ നടത്തുന്ന സമരങ്ങളിൽ ഒരു ചർച്ച നടത്താനോ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിനോ മാനേജ്മെന്റും സർക്കാരും തയ്യാറാവുന്നില്ല. അപ്പൊ എങ്ങനെ ഈ പ്രതിഷേധം തുടരാനാണ്? ഞങ്ങള് ഇന്നലെ രാത്രി മുതൽ 5-ാം തീയതിക്ക് ശമ്പളം തരാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് കിട്ടാത്തതുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഞങ്ങൾ ചീഫ് ഓഫീസ് ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 13-ാം തീയതി ഞങ്ങള് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് വച്ചിട്ടുണ്ട്. അതുപോലെ തുടർ സമരങ്ങളുമായിട്ട് ഞങ്ങൾ 8.5 വർഷം കൊണ്ട് തൊഴിലാളി അതല്ല, ഈ ശമ്പളം കിട്ടാൻ വൈകിയാൽ ഇപ്പോൾ തുടരുന്ന പ്രതിഷേധം എങ്ങനെയായിരിക്കും? ഞങ്ങള് ഇന്നത്തെ സമരം കഴിയുമ്പോഴത്തേക്കും TDF കൂടി ആലോചിച്ചിട്ട് ശാശ്വതമായ ഒരു സമര പരിപാടിയിലേക്ക്. മറ്റ് സംഘടനകളുടെ പിന്തുണ നിങ്ങൾക്കുണ്ടോ? മറ്റ് സംഘടനകൾ ആരും ഈ പറഞ്ഞില്ല 8.5 വർഷം കൊണ്ട് സമരമുഖത്തുള്ളത് TDF മാത്രമാണ്. മറ്റു ഒരു സംഘടനയുടെയും സഹകരണമില്ല. പക്ഷേ തൊഴിലാളികൾ ഒന്നടങ്കം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, എന്തായാലും വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എല്ലാ മാസവും ശമ്പളം ലഭിക്കാത്തതിന്റെ പേരിൽ കൃത്യമായ തീയതികളിൽ ശമ്പളം ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി സമരം നടത്തേണ്ട ഒരു ഗതികേടിലാണ് TDF ഉൾപ്പെടെയുള്ള സംഘടനകളെന്നാണ് സംഘടനകളുടെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.